نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ما سلككم في سقر قالوا لم نك من المصلين ولنك نطعم المسكين وكنا نخوض مع الخائضين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ വിശ്വാസികളെ വിശ്വാസിനികളെ, സ്വാതന്ത്ര്യനാഥന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മഴ ശക്തമായതോടുകൂടി ധാരാളം പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ചെറിയ വിഷയമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത്.
മഴയോടനുബന്ധമായി പ്രളയവും ദുരിതങ്ങളും അപകടങ്ങളും പകർച്ചവ്യാധികളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആനുകാലിക സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മനുഷ്യൻ പുരോഗതിയുടെയും കണ്ടുപിടുത്തങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെ മികവിന്റെ ഡിജിറ്റൽ വേൾഡിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശങ്ങളിലൂടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളുടെ ചലനങ്ങൾ, അതിന്റെ ട്രാക്കുകൾ, ആ വിമാനങ്ങൾ തമ്മിലുള്ള അകലം എത്രത്തോളം ഉണ്ട് എന്നും ഏത് വിമാനം താഴ്ന്നു പറക്കണമെന്നും ഉയർന്നു പറക്കണമെന്നും റഡാർ സംവിധാനത്തിലൂടെ വിവരം കൊടുക്കാൻ കഴിയുന്ന ഈ കാലഘട്ടം, ഡിജിറ്റൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉപഗ്രഹങ്ങളുടെയും റോക്കറ്റുകളുടെയും ചലനങ്ങൾ വീക്ഷിക്കുവാനും മാനവ പുരോഗതിക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്താനും കഴിയുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്കടിയിലെ ജല സ്രോതസ്സുകൾ കണ്ടെത്താനും പെട്രോളിന്റെ കനി, സ്വർണം, വജ്രം, മാണിക്യം, മുത്തുമൊക്കെ കണ്ടെത്താൻ മനുഷ്യർക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വരാനിരിക്കുന്ന സൂര്യഗ്രഹണങ്ങളും ചന്ദ്രഗ്രഹണങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യാനും മനുഷ്യർക്കറിയാം. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു, കാബയ്ക്ക് ചുറ്റും കാബയ്ക്ക് ചുറ്റും കാബയുടെ നേർ മുകളിൽ സൂര്യൻ വരുന്ന ഒരു പോയിന്റ് എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിശ്ചയിക്കാനും കണക്കുകൂട്ടാനും അടയാളപ്പെടുത്താനും കഴിയുന്ന മനുഷ്യര് വരാനിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാന മാറ്റങ്ങളും സുനാമിയും കൊടുങ്കാറ്റും മഴയും എല്ലാം മനുഷ്യൻ റിപ്പോർട്ട് ചെയ്ത് വേണ്ട മുന്നറിയിപ്പുകളും കരുതലുകളും ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യൻ പരിപൂർണനല്ല. ഒരു മനുഷ്യന്റെ പരാധീനതകളും കുറവുകളും അപാകതകളും പോരായ്മകളും അവനുണ്ട് എന്ന് കാലം വിളിച്ചോതിക്കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ പല കണക്കുകൂട്ടലുകളും തെറ്റുന്നു. പലപ്പോഴും പ്രസവത്തിലുള്ള ഗർഭസ്ഥ ശിശുവിന്റെ പ്രസവം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ പ്രയാസമുണ്ടാക്കും, ഗുരുതരമാണ് എന്ന് വിധി എഴുതിയ ഡോക്ടർമാരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് എത്ര നോർമൽ പ്രസവങ്ങൾ നടക്കുന്നു, സുഖപ്രസവങ്ങൾ നടക്കുന്നു. ഡോക്ടർ എഴുതിയതാണ്, ഒന്നുമില്ലേ കുട്ടി ഉണ്ടാവും അല്ലെങ്കിൽ തള്ളുണ്ടാവും എന്ന്
ഡോക്ടർ വിധി എഴുതിയിട്ടും ആ വിധികളും കണക്ക് കൂട്ടലുകളും തെറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, 2000 വർഷത്തിൽ കമ്പ്യൂട്ടറുകളെല്ലാം താറുമാറാകുമെന്നും ഡാറ്റകളും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത എല്ലാ വിവരങ്ങളും നഷ്ടപ്പെടുമെന്ന് വിളിച്ചോതിയിരുന്ന, ഞാനന്ന് ബോംബെയിൽ വർക്ക് ചെയ്ത് ഞാൻ ഓർക്കുന്നു, എല്ലാം ഫ്ലോപ്പിയിലും സിഡിയിലും അതുപോലെ തന്നെ മറ്റുള്ള മെമ്മറിയിലുമൊക്കെ സൂക്ഷിച്ച ഒരു കാലം 2000-ൽ കഴിഞ്ഞു പോയിരുന്നു. ഇന്ന് 2024. മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകും. മണ്ണിന്റെ അടിയിൽ സ്വർണ്ണമുണ്ട് എന്നും പെട്രോൾ ഉണ്ടെന്നും ജലസ്രോതസ്സുകളും ഉറവുകളും ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന ആളുകൾക്ക് മണ്ണിനടിയിൽപ്പെട്ട ഒരു ലോറിയും ലോറിയുടെ ഡ്രൈവറും അതുപോലെ മറ്റുള്ള ആളുകളും എവിടെയുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിച്ചില്ല എന്ന് നമ്മൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് അറിയുമോ അറിയില്ല, കവളപ്പാറയിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ 59 ആളുകൾ മരിച്ചു. അതിൽ 48 ആളുകളുടെ ഡെഡ് ബോഡിയെ മനുഷ്യന്റെ സാങ്കേതിക വിദ്യകൾ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. ഭൂമിയുടെ അടിയിൽ എവിടെയെങ്കിലും മൃതശരീരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മുകളിലുള്ള ആളുകൾക്ക് കണ്ടെത്താവുന്ന ഡിജിറ്റൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച്, എന്റെ വീടിനടുത്ത് ഏകദേശം 3 കിലോമീറ്റർ ആണ് ഈ പറഞ്ഞ സ്ഥലത്തിനുള്ളത്. ഞാൻ നേർക്കുനേരെ കാണുകയാണ്. രാപ്പകലോളം ദിവസങ്ങളോളം എല്ലാവരുടെയും ശ്രദ്ധയായിരുന്ന ആ സ്ഥലത്ത് ഇന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ 11 ആളുകളുടെ ഡെഡ് ബോഡി വീണ്ടെടുക്കാൻ സാധിച്ചില്ല എന്നൊരു യാഥാർത്ഥ്യം. ഇതൊക്കെ പറയുമ്പോൾ കുപ്പിക്കകത്ത വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്ന് പറയുമ്പോൾ അണ്ണാക്ക് തൊടാതെ സ്വീകരിക്കുന്ന ഒരു ജനസഞ്ചയത്തെ നമുക്ക് കാണാം. എവിടെ പോയി? നമുക്കറിയാം, കരിപ്പൂരിലും അതുപോലെ തന്നെ മറ്റുള്ള പല സ്ഥലങ്ങളിലും അപകടങ്ങളുണ്ടായി, വിമാനാപകടങ്ങളുണ്ടായി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ അപകടം എല്ലാവർക്കും അറിയാം. ഒരു ശൈലിനും ഒരു സിദ്ധനും ഔലിയാവെന്ന് അവകാശപ്പെടുന്ന ഒരാൾക്കും പറയാൻ സാധിച്ചോ ഇന്ന ഫ്ലൈറ്റ് അപകടത്തിലേക്കാണ് പോകുന്നത്, ശ്രദ്ധിക്കണമെന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ ഇനി എന്തെല്ലാം കറാമത്തുകളാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു ലജ്ജയുമില്ലാതെ പകരമാർ തട്ടിവിടുന്ന തട്ടിപ്പിന്റെ കറാമത്തുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തേ പറയാൻ കഴിയാത്തത്? താജും കമറും ഉലമാക്കളിൽ വാഴുന്ന ഈ കാലഘട്ടം സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് പോലും ഈ ദുനിയാവിൽ വെച്ച് നൽകുന്നു എന്ന് പറയുമ്പോൾ തക്ബീറിന്റെ ധ്വനി കൊണ്ട് അതിനെ സ്വീകരിക്കുന്ന പാമരന്മാരായ ജനങ്ങളുടെ ഒരു കാലഘട്ടമാണ്. മുടിയായും പൊടിയായും വെള്ളമായും കറാമത്തുകൾ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ലോറിയെ കുറിച്ചുള്ള വിവരം, ഡ്രൈവറെ കുറിച്ചുള്ള വിവരം പറയാൻ സാധിക്കാതെ പോയത്? മനുഷ്യൻ ദുർബലനാണ്. അവന്റെ കഴിവുകൾക്ക് പരിമിതിയുണ്ട്. അതിനപ്പുറം അവന് കാണാനോ വീക്ഷിക്കാനോ മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനോ സാധ്യമല്ല എന്ന് സഹോദരങ്ങളെ ഈ സാഹചര്യത്തിലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവരായി ആകാശഭൂമികൾക്കിടയിൽ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഗണ്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടും ഖുർആനിന്റെ അനുയായികൾക്ക് അത് സ്വീകരിക്കാനായില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതിൽ ഗൈബ ഇല്ലല്ലാഹ്. പ്രവാചകരെ, മുസ്ലിം സമൂഹത്തോട് താങ്കൾ പറഞ്ഞു കൊടുക്കണം, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദ് അൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികൾക്കിടയിൽ മറഞ്ഞ കാര്യം അറിയുന്നവനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് മുഹമ്മദ് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന
വിശുദ്ധ ഖുർആന്റെ വചനങ്ങളുള്ള മുസ്ലിം സമൂഹം കാട്ടിക്കൂട്ടുന്ന കറാമത്ത് തോന്നിവാസങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന് പോലും മറന്ന കാര്യം അറിയില്ല, സഹാബത്തിന് പോലും മറന്ന കാര്യം അറിയില്ല. ഖന്തക്ക് യുദ്ധവേളയിൽ അബൂ അമീർ കുഴിച്ച കുഴിയിൽ പ്രവാചകൻ വീഴുകയും പ്രവാചകന്റെ മുൻപല്ലുകൾ പൊട്ടി ചോര ധാരധാരായി ഒഴുകിയെന്ന് റിപ്പോർട്ട് ചെയ്യുക. തന്റെ മുമ്പിൽ ശത്രുക്കൾ തന്നെ ചതിക്കാൻ വേണ്ടി കുത്തിവെച്ച കിടങ്ങുണ്ട്, കുഴിയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിട്ടില്ല. ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞ് തന്റെ അടുക്കലേക്ക് വന്ന ഖുറൈശി പ്രമുഖരായ ഗോത്രക്കാർക്ക് 40 ആഫിദീങ്ങളെ വിട്ടുകൊടുക്കുമ്പോൾ ഈ ആഫിദീങ്ങളെ ഖുർആൻ പഠിക്കാനല്ല, മറിച്ച് നിഷ്ഠൂരമായി വധിക്കാനും ഇസ്ലാമിനെ ഇല്ലാതാക്കാനുള്ള കുതന്ത്ര തന്ത്രമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായിട്ടില്ല. സഹോദരങ്ങളെ, ഈ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠം അതാണ്. രണ്ടാമതായി, ഇതൊരു പഞ്ഞമാസമാണ്, കർക്കിട മാസമാണ്. മുമ്പുള്ള ആളുകൾ ചക്കക്കുരൊക്കെ ചുട്ട് വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു കാലം മുമ്പുണ്ടായിരുന്നുവെന്ന് പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ പട്ടിണിയും ദാരിദ്ര്യവും വിശപ്പും സഹിച്ചുകൊണ്ട് വീടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം കർക്കിട മാസത്തിന് വിളിച്ചോടാനുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പല ആളുകൾക്കും ദാരിദ്ര്യമാണ്, പ്രയാസമാണ്. ടാപ്പിംഗ് തൊഴിലാളികള്, മത്സ്യബന്ധനം നടത്തുന്ന ആളുകള്, കൂലിപ്പണിക്കാര്, അവർക്ക് അരപ്പട്ടിണിയും മുഴുപട്ടിണിയും ദാരിദ്ര്യവുമാണ്. സഹോദരങ്ങളെ, ഈ പഞ്ഞമാസത്തിൽ, ഈ കർക്കിട മാസത്തിൽ നമുക്ക് ചില ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന, രോഗത്തിനും മാരാരോഗത്തിനും അടിമകളായിക്കൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്ന ആളുകളെ സഹായിക്കേണ്ട ബാധ്യത സാമൂഹ്യ ബാധ്യതയാണ്. ഓരോ കൊല്ലവും പാലിയേറ്റീവ് കെയറിന്റെ ദിനം വരുമ്പോൾ എല്ലാവരും സമൂഹത്തിനോട് വിളിച്ചോതി പ്രത്യേകമായി കളക്ഷൻ എടുക്കുന്ന പതിവ് നമുക്കെല്ലാവർക്കും അറിയാം. പ്രളയങ്ങളും ദുരിതവും കാലവർഷക്കെടുതിയും ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടാകുമ്പോൾ മുൻകാല വർഷങ്ങളിൽ ഒരാളെ വിളിക്കും കാത്തു നിൽക്കാതെ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ തന്റെ മുതുക് പോലും താഴ്ത്തി കൊടുക്കാൻ മടിയില്ല എന്ന് തെളിയിച്ച പാരമ്പര്യം കേരളത്തിലുള്ള ആളുകൾക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തിലും നമുക്കും പലതും ചെയ്യാനുണ്ട്. നമ്മള് ഒരാളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരാളെ സഹായിക്കുന്ന കാലത്തോളം റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകും. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹുവും നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒരാളെ സഹായിക്കുക, നമ്മളെല്ലാ ഇടങ്ങളും പ്രയാസവും ദുരിതവും സാമ്പത്തിക ബാധ്യതയും കഴിഞ്ഞ് നമുക്കൊരാളെ സഹായിക്കാനാകുമോ? ഒരിക്കലുമില്ല. കോടി കണക്കിന് കളക്ഷനുള്ള വരുമാനമുള്ള ലക്ഷക്കണക്കിന് ആസ്തിയുള്ള ആളുകൾക്ക് അവർക്ക് പറയാനുള്ള ലക്ഷങ്ങളുടെ കടമാണ്. നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ റേഷൻ വാങ്ങാൻ കാശില്ലാത്തത് പറയാ, എല്ലാവർക്കും ഭയങ്കര പറയണം. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും റാദുകളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ച് മറ്റൊരുത്തരെ എന്ന് നമുക്ക് സഹായിക്കാനാകും. സഹോദരങ്ങളെ, നമുക്കുള്ളതിൽ നിന്ന് ഉള്ള സാഹചര്യത്തിനനുസൃതമായി നമുക്ക് ഈ സമൂഹത്തിനോട് വലിയ ഒരു ബാധ്യതയുണ്ട്. പടച്ച തമ്പുരാന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാണ്.
ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളുകളാണ് പടച്ചോൻ ഏറ്റവും ഇഷ്ടമുള്ളത്. കാശുണ്ടായിട്ട് കാര്യമില്ലല്ലോ. എത്ര കാശുണ്ട്, അക്കൗണ്ടിൽ കാശുണ്ട്, ലോക്കറിൽ സ്വർണമുണ്ട്, പറമ്പുണ്ട്, ഫാക്ടറി ഉണ്ട്, വാഹനങ്ങളുണ്ട്, വാടകയ്ക്ക് കൊടുക്കുന്ന പലതുമുണ്ട്. എന്നിട്ടും എന്തേ നമ്മുടെ പല കാര്യങ്ങളും കടത്തിൽ പോകുന്നു? ഉള്ള ആൾക്ക് കൊടുക്കാൻ മടിയാണ്. ഒരു വീടിന്റെ, ഒരു റോഡിന്റെ, ഒരു തോടിന്റെ, ഒരു വഴിയുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന് തടസ്സം നിൽക്കുന്നത് 5 സെന്റുകാരനല്ല, 10 സെന്റുകാരനല്ല, ഏക്കറക്കണക്കിന് മുതലുള്ള ആളുകൾ പറയുന്ന വാചകം എന്താ അറിയോ? എനിക്കിപ്പോ അതിന്റെ ആവശ്യമില്ല, എനിക്ക് ആ വഴിന്റെ ആവശ്യമില്ല, എന്റെ വഴിക്ക് നല്ല വഴിയുണ്ട്. സ്വന്തം കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധയൂന്നി നിൽക്കുന്ന സമൂഹം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാണ്. പടച്ച തമ്പുരാൻ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനം പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, ദുരിതം അനുഭവിക്കുന്ന, രോഗിയായി കിടക്കുന്ന, അതല്ലെങ്കിൽ വീടില്ലാത്ത, ഉടുതുണിയില്ലാത്ത, തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒരാളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകി അവരുടെ മുഖത്ത് സന്തോഷം നൽകാൻ നിങ്ങൾക്ക് കഴിയോ? നമുക്ക് കഴിയോ? പടച്ചവന് ഏറ്റവും പ്രിയപ്പെട്ട അമലത. നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നു. എന്തിനേറെ പറയുന്നു, നമ്മൾ പള്ളിയിൽ വന്ന ഒരാള് ഫാൻ ഇടുമ്പോൾ അടുത്താക്ക് പനിച്ച് വിറച്ചിരിക്കുന്ന ഒരാള് അപ്പുറത്തുണ്ടെന്ന് അറിയില്ല, അവനാരുടെ കാര്യം മാത്രം. ഒരു സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാവരും പരിഗണിക്കണ്ടേ? എന്റെ കാര്യം മാത്രം. ഇതേ ചിന്തയിലേക്ക് ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജനങ്ങൾക്ക് സന്തോഷം നൽകാൻ കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. ഒരാളുടെ പ്രയാസം ഏറ്റെടുക്കാനും പരിഹരിക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഒരാളുടെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് പരിഹരിക്കുവാൻ കടത്തിന്റെ കുണ്ടിൽ അകപ്പെട്ടുകൊണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകളെ പുരയിടം ജപ്തി ചെയ്തുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാളെ ആ ഇടപാട് പരിഹരിച്ചുകൊണ്ട് ആ കടം വീട്ടാൻ കഴിയോ? പട്ടിണിയും ദുരിതവും കഷ്ടപ്പാടും വല്ലായ്മയും ഇല്ലായ്മുള്ള ഒരാൾക്കൊരു കുടുംബത്തിന്റെ പട്ടിണി അകറ്റാൻ നിങ്ങൾക്ക് കഴിയോ? നമ്മൾ മനസ്സിലാക്കണം, കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ കാഴ്ചകൾക്ക് മനസ്സിലാവില്ല. പൊരിച്ചതും കരിച്ചതും ഫാസ്റ്റ് ഫുഡും ചൈനീസും ഫ്രഞ്ചും മന്തിയും ഷവായും ഷവർമ്മയും യഥേഷ്ടം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അയൽവാസി വിശന്നിരിക്കെ നീ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നീ വിശ്വാസിയല്ല. ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ചോദിച്ചോ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ മഹലിൽ, നമ്മുടെ കുടുംബത്തിൽ ഇതേ രൂപത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചോ? ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസിയായിട്ടില്ല. അതുപോലെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വലിയൻ അംസി മാഅഖിൻ ഫി ആജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅതകിഫ ഫി ഹാദൽ മസ്ജിദി ശഹ്റൻ. ഇത്തികാഫ് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. ഭൗതികമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പ്രാർത്ഥന നിരന്തരമായി പള്ളിയുടെ കോണുകളിൽ ചടഞ്ഞുകൂടുന്നതിനാണ് ഇത്തികാഫ് എന്ന് പറയാം. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലാണെങ്കിലോ 3 പള്ളികളാണ് പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ യാത്ര ചെയ്യുവാനും അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പോകാനും പാടുള്ളൂ. ഒന്ന് മസ്ജിദുൽ ഹറാമും രണ്ടാമത് മസ്ജിദുൽ അഖ്സയും. ഈ മസ്ജിദുൽ അഖ്സയിൽ ഒരാൾ പോയി 1 മാസക്കാലം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പുണ്യം ഒരാളെ കൂടെ പോയിട്ട് അയാളെ കാര്യത്തിൽ ഇടപെടല.
ഈ ബോധവും ഈ ചിന്തയും ഈ കർക്കിട മാസങ്ങളിൽ നമുക്ക് വേണം. ഖുർആനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് സഹിക്കോ? മതത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ? ആദർശത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളുമോ? ഇല്ല. അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നവരെ നിങ്ങൾ കണ്ടുവോ? അവനവന്റെ സ്വന്തം ആദർശത്തെ നിഷേധിക്കുകയും വ്യാജമാക്കുകയും നിഷ്പ്രഭയാക്കുകയും ചെയ്യുന്ന ആളുകളെ കണ്ടോ? ഒന്നാമത്തെ അടയാളം എന്താ? യതീമിനെ ആട്ടിയോടിക്കുക, യതീമിനെ ആദരിക്കാതിരിക്കുക, ഉപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത അനാഥരായിട്ടുള്ള ആളുകളോടുള്ള നമ്മുടെ ഇടപെടലിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മുടെ ആദർശമാണ്. തുടർന്ന് പറഞ്ഞു, വലാ യഹുദ്ദു അലാ തഅമിൽ മിസ്കീൻ, പാവപ്പെട്ട ആളുകളുടെ ഭക്ഷണത്തിന് ഭക്ഷണം കൊടുത്തില്ല എന്നല്ല പറഞ്ഞേ. വലാ യഹുദ്ദു അലാ തഅമിൽ മിസ്കീൻ, പാവപ്പെട്ട ആളുകളുടെ ഭക്ഷണത്തിനുള്ള പ്രോത്സാഹനം, പ്രചോദനം, മോട്ടിവേഷൻ നൽകില്ല. നമ്മൾ കൊടുക്കൂല, കൊടുക്കാൻ അയക്കൂല. നമ്മളൊക്കെ കൊടുത്തിട്ട് വാങ്ങി കുറെ വന്നുണ്ടാവുക. നമ്മൾ 5 പൈസ കൊടുക്കൂല, കൊടുക്കുന്ന ആളെ കൊടുക്കാൻ അനുവദിക്കൂല. ഇവിടെ ഖുർആൻ പറഞ്ഞങ്ങള് വലാ യഹുദ്ദു അലാ തഅമിൽ മിസ്കീൻ, പാവപ്പെട്ട ആളുകളുടെ ഭക്ഷണത്തിനുള്ള പ്രചോദനം കൊടുക്കാൻ കഴിയില്ലെങ്കിലും ഉള്ള ആൾക്കാർക്ക് കളക്ട് ചെയ്ത് ഇല്ലാത്ത ആളുകൾക്ക് എത്തിക്കുക എന്ന് മതത്തെ അടിയുറച്ച് നിൽക്കണമെന്നും മുസ്ലിം ആകണമെന്നും സ്വർഗം കിട്ടണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളുടെ ബാധ്യത. ഞാൻ എന്റെ ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ കൽപ്പിച്ചു, നാളെ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ആ ഗ്രന്ഥം വളരെ കൗതുകത്തോടുകൂടി സന്തോഷത്തോടുകൂടി മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവർ പറയുന്ന ഒരു വാചകമുണ്ട്, ഇതേ രൂപത്തിലുള്ള ഒരു വിചാരണ ഉണ്ടാകുമെന്നും പടച്ച തമ്പുരാൻ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് പകരമായി കൊണ്ട് സ്വർഗം നൽകുമെന്നുള്ള ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ ദുനിയാവിൽ ഏതേത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും പരലോകത്തിന് വേണ്ടി ഞാൻ നന്മ ചെയ്തുകൊണ്ടാണ് എനിക്കിത് വലത്തെ കൈ കിട്ടിയെന്ന് പറഞ്ഞിറങ്ങാം. തുടർന്ന് ഇടത് കൈയിൽ ഗ്രന്ഥം നൽകുന്ന ആളുകൾ പറയുന്നുണ്ട്, ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ പറയും, പടച്ചോനെ ഇത് കിട്ടിയില്ലെങ്കിൽ അത്ര നന്നായിരുന്നു. ഈ റിപ്പോർട്ട് ബുക്ക് ആലോചിച്ച് ഇപ്പൊ മോശമൊക്കെ നടക്കാൻ കുറയാനുള്ള കാലം തരങ്ങള് CCTV വന്നു. അങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സഹോദരന്റെ പോക്കറ്റിൽ നിന്ന് അയാളുടെ പേഴ്സ് ഇങ്ങനെ അടിച്ചു മാറ്റാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയില്. തിരിഞ്ഞു നോക്കുമ്പോൾ CCTV ഉണ്ട്. മൂപ്പർ ഇങ്ങനെ ആക്കിയിട്ട് പതുക്കെ താഴ്ത്തി കണ്ട് എന്റെ പേഴ്സ് താഴെ വീണെന്ന് പറയാൻ. CCTV 24 മണിക്കൂറും പടച്ച് തമ്പുരാന്റെ CCTV നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ബോധമൊക്കെ ഉണ്ടോ? ഇന്ന് ആക്സിഡന്റ് നടക്കുമ്പോഴും പലപ്പോഴും നമുക്ക് കോടതിയിൽ ഒരു തെളിവായി വരുന്നതാ. സാധാരണ ഒരു ആക്സിഡന്റ് നടന്നാല് തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ അങ്ങോട്ട് പോയി പെരുമാറാം. തെറ്റുള്ളത് ഒന്ന് പഠിച്ചറിയങ്ങള്. തെറ്റുകാരൻ എന്റെത് തെറ്റുണ്ടായാലും ഞാൻ അയാളെ മേൽക്ക് ചാടിക്കലുണ്ട കാരണങ്ങള് എവിടെ പഠിച്ചറിയെങ്കിൽ ചെറുപ്പത്തിൽ നമ്മൾ വികൃതി കാണിക്കുമ്പോഴേ അല്ലെ നമ്മൾ അവിടെ കൂടി കൈകെട്ടുമ്പോഴും മാറി വന്നിട്ടാ എന്താ അവനാരത്തുള്ള വീഴ്ചയാണെങ്കിൽ പോലും അവിടെ അടിച്ചിന്റെ കുട്ടിൽ അടിച്ചു വെച്ച് അങ്ങോട്ട് അടിച്ചുമ്പോൾ ഈ ശീലം വളർന്നു വന്നാണത്. അറേബ്യ നാട്ടിൽ ജോലി ചെയ്ത ആളുകൾക്കറിയാം, അവിടെ ഒരു ആക്സിഡന്റ് നടന്നാല് അവര് വാതിൽ തുറന്ന് ആലിംഗനം ചെയ്ത് അൽഹംദുലില്ലാഹ് സുജൂദിൽ വീഴും. ഇവിടെ മരിച്ചവനൊന്നും പറയില്ല, ജീവച്ചവാണെങ്കിൽ നമ്മൾ വെറുതെ വിടൂല. ഞാൻ പറഞ്ഞത് പടച്ചതമ്പുരാൻ ഇത് വാച്ച് ചെയ്യുന്നുള്ള ബോധമുണ്ടായി ഞാൻ ജീവിച്ചു എന്ന് പറയാം. മറ്റോ പറയാം, പഠിച്ചോനെ ഈ ഗ്രന്ഥം കിട്ടിയില്ലായിരുന്നു നന്നായിരുന്നു. അവസാനം അവനെ നരകത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് അല്ലാഹുവിന്റെ മാലാഖമാർ എറിയ 70 മുഴമുള്ള ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് നരകത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് എറിയ. ചോദിക്കുന്നത് എന്തൊക്കെ നരകത്തിൽ വരാനുള്ള കാരണം?
നമ്മളെ മനസ്സിലൊക്കെ തോന്നലുണ്ട്, നമ്മൾ തട്ടി മുട്ടി അങ്ങനെ കഴിച്ചിടാവും, നരകത്തിലേക്ക് നമ്മൾ പോകില്ല, ആറാഫിലേക്ക് നമ്മളൊക്കെ ഉണ്ടാവും. അങ്ങനെ ചിന്ത നമ്മളെ മനസ്സിലെവിടോ ചെയ്താലും തന്നിട്ടുണ്ട് അല്ലേ? അള്ളാഹ് നരകത്തിൽ പ്രവേശിക്കപ്പെട്ട ആളുകളോട് ചോദിക്കുകയാണ്, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഈ നരകത്തിന്റെ അഗാധഗർത്തത്തിൽ എത്തിപ്പെടാനുള്ള കാരണം എന്താണെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന വാചകം ഞങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളായിരുന്നില്ല. നിസ്കാരം എന്നത് 5 വക്ത് ഒഴിച്ചുകൂടാനാകാത്ത വക്തൻ മുഅയ്യിന, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട കൃത്യമായി നിർവഹിക്കേണ്ട ആരാധനയാണ് അത്. പടച്ചോനെ, ഞങ്ങൾ തോന്നിയമായി നിസ്കരിച്ചു, മഗ്‌രിബിന് മാത്രം ഞങ്ങൾ പള്ളിയിൽ വന്നു, ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രം ഞങ്ങൾ ജുമുഅക്ക് വന്നു റബ്ബേ, ലന്നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല റബ്ബേ. നരകത്തിൽ കൊള്ളൊന്നാമത്തെ കാരണതാണ്. പടച്ചോന്റെ അടുത്ത് ആദ്യം ചോദിച്ച നിസ്കാരത്തിനെ കുറിച്ചാണ്. ഇവിടെ എത്ര ആൾക്കാർ ജമാഅത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ട്? ഈ പള്ളിയുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിട്ട് സുബൈക്ക് പോലും സുബൈ എന്ന ഒരു ബിസിനസ്സും ഇല്ല, ഒരു കച്ചവടവും ഇല്ല, ഒന്നുമില്ല. എന്താ വരാൻ മതി? കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം ഒന്ന് സുബഹിയാണ്, ഒന്ന് ഇശാഉമാണ്. പള്ളിയില് ഒരു എല്ലിന്റെ കണ്ടം അവിടെ ഉടുക്കുന്നുണ്ടെങ്കിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും നിങ്ങൾ വരും, നമ്മൾ വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പാവപ്പെട്ട ആളുകളുടെ ഭക്ഷണത്തിന് പ്രോത്സാഹനം നൽകിയിരുന്നില്ല. നരകത്തിൽ പോലുള്ള ഒന്നും കേസില്ല. 2, സാമൂഹ്യ ക്ഷേമ ദുരിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പങ്കാളിയായില്ല. അപ്പൊ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ എന്നുള്ള ബോധം നമ്മിൽ ഉണ്ടാകണം. പ്രളയവും ദുരിതവും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലൊക്കെ ഉള്ള ആൾക്കാരെ അത് ഒരിക്കലുള്ള പരീക്ഷ മാത്രമൊന്നുമല്ല, ഞമ്മക്കും കൂടി ഉള്ളതാണ്. ഇങ്ങനൊരു പ്രളയം ഉണ്ടാവുമ്പോൾ, ഇങ്ങനൊരു മണ്ണിടിച്ചുണ്ടാവുമ്പോൾ, ഇങ്ങനൊരു കൊറോണ ഉണ്ടാവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരുമായിട്ട് ബിഹേവിയർ, നമ്മൾ എങ്ങനെയാണ് അവരുമായി പെരുമാറുന്നത്, എന്താണ് നമ്മുടെ പ്രതികരണമെന്ന് അള്ളാഹു നമ്മെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കുക. പടച്ച തമ്പുരാന്റെ കോർട്ടിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഒരു സംഘടനയുടെ അവരോട് അള്ളാന്റെ കോർട്ടിൽ ഓരോരുത്തരായി ഫർദായി ഒറ്റയായി വരും. എന്റെ നേതാക്കന്മാർ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് അള്ളാഹിനോട് പറയുമ്പോൾ, പടച്ചോനെ എന്റെ നേതാക്കന്മാർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കുമെന്ന് പറയുമ്പോൾ നേതാക്കന്മാർക്ക് മാത്രമല്ല നിനക്കും ഉണ്ട്. അപ്പന സ്വന്തമാണ് മറുപടി അറിഞ്ഞത്. ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമുക്ക് ചെയ്യാനുള്ള ദൗത്യം നിർവഹിക്കണം. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകണം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ وعلى آله وصحبه أجمعين يا أيها الناس أوصيكم ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. ഞാൻ സൂചിപ്പിച്ചു, അൽ മുഅ്മിനു യഅലഫു വയുലഫുന, ഇണങ്ങുന്നവനും ഇണക്കമുണ്ടാക്കുന്നവനുമാണ് വിശ്വാസം. പല കാര്യങ്ങളും സമൂഹത്തോടുള്ള ബാധ്യതകള് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ എന്താ നമുക്ക് ചെയ്യാൻ കഴിയാം? അതിൽ നമ്മൾ ഇടപെടണം. ആരെങ്കിലും ഗൾഫിൽ നിന്ന് പൈസ അയച്ചുകൊണ്ട് അതുകൊണ്ട് കുറച്ച് അരി വാങ്ങി വിതരണം ചെയ്യലല്ല, ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അത് മാത്രം നമ്മൾ കാത്തിരിക്കരുത്. നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഇതേപോലെയുള്ള ഒരു കർക്കിടക മാസം ഒരു ഖുതുബ പറഞ്ഞുകൊണ്ട് ഇതേ വിഷയം അവതരിപ്പിച്ച് ഞാൻ ഇറങ്ങിയപ്പോ ഒരാൾ വന്ന് പറഞ്ഞു, മൗലവി എനിക്ക് വീട്ടിലേക്ക് പോണതിന് മുന്നേ ഒരു കാര്യം ചെയ്യാണ്ട്. അപ്പൊ എന്താ മനസ്സിലായില്ല?
അയാൾ പെട്ടെന്ന് പോയി ഒരു കിൻഡൽ അരി, നിങ്ങൾ ആലോചിക്കണം, ഒരു കിൻഡൽ അരി അദ്ദേഹം വാഹനം പിടിച്ച് കൊണ്ടുവന്ന് പള്ളിയിൽ ഇറക്കിയിട്ട് അയാൾ അന്ന് ചോദിച്ചു. അത് തുടക്കരുത്. പിന്നെ കിൻഡലായി 8-10ഓളം കിൻഡല് അവിടുന്ന് ആ നാട്ടിൽ നിന്ന് സ്വരൂപിച്ച് ആ നാട്ടിൽ കഷ്ടപ്പെടുന്ന ഓരോ വീട്ടിലേക്കും എത്തിച്ചു കൊടുത്തതാണ്. ഉള്ള സംഭവമാണ്. എന്റെ അനുഭവത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്. എന്താ നമുക്ക് ചെയ്തുകൂടെ? നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ ആരാണ്, മഹല്ല് നിവാസികൾ ആരാണ് എന്നൊരു കണക്കെടുത്തുകൊണ്ട് കൂടിയിരുന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് കൂട്ടായിക്കൊണ്ട് നമ്മൾ തീരുമാനിക്കണം. നമ്മളിങ്ങനെ മാറി നോക്കി തോട് പുഴടക്കാനാവില്ല എന്ന മാതിരി എല്ലാം ചെയ്തിട്ട് നമുക്കൊരു അമല് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ പ്രാരാബ്ദങ്ങളും അകറ്റി ഈ ലോകത്തും സൗഖ്യവും സമാധാനവും ക്ഷേമവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിമായി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വലയുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ, നേതാക്കന്മാർ, ഗുരുനാഥന്മാർ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. توفنا مسلما والحقنا بالصالحين. ربنا احينا على الكتاب والسنه ومتنا مع الايمان والتوبه. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين.